സജീവൻ, ഏതായാലും ഈ കോണ്ടെക്സ്റ്റിൽ, ഈ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ നമ്മളും സംസാരിച്ചിട്ട് കുറച്ചായി. ഞങ്ങളിപ്പോൾ ഈ സംസാരമൊക്കെ ഇങ്ങനെ കുറച്ച് നീണ്ടുപോയി, താങ്കളിങ്ങനെ കേട്ടിരിക്കുകയായിരുന്നല്ലോ. അതായത് സണ്ണി ജോസഫ് അധികാരമേൽക്കുന്ന സമയത്ത് നോക്കിയാൽ എം പിമാർ പലരും എത്തിയില്ല, അതും സീനിയർ എം പിമാർ പലരും എത്തിയില്ല. ഇന്ന് ശശി തരൂർ വളരെ കാഷ്വലായി പറഞ്ഞു വിട്ടു, എന്നോട് രാഹുൽ ഗാന്ധി ഒന്ന് ഫോണിൽ ചോദിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, മറ്റ് ചിലരെയും ഒക്കെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു ടോണുണ്ട്. ഇതുപോലൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പ്രോസസ്സിൽ എം പിമാരടക്കമുള്ളവരോട് കോൺഗ്രസിൻ്റെ രീതി അനുസരിച്ച് അഭിപ്രായം തേടുന്ന ഒരു പതിവുള്ളപ്പോൾ, രീതി ഉള്ളപ്പോൾ അതൊന്നും കാര്യമായി പാലിച്ചിട്ടില്ല. അതിൻ്റെ പ്രതിഫലനമാണ് ശശി തരൂർ ഇന്ന് പറഞ്ഞതിൽ ഞാൻ കേട്ടത്. മറ്റൊരാളെ ഞാൻ ശ്രദ്ധിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വാർത്തകളിലും അധികം കണ്ടതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. അച്ചടക്ക സമിതിയുടെ ചുമതലപ്പെട്ട അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസിലെ വളരെ സീനിയറായിട്ടുള്ള അദ്ദേഹവും ഞാൻ മനസ്സിലാക്കുന്നത് ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ കാര്യം, വലിയ എതിർപ്പുകൾ, അതൃപ്തികൾ ഒക്കെ ഒരു ഭാഗത്ത് കാര്യമായിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ എതിർപ്പുകളും അതിൻ്റെ കാരണങ്ങളും പ്രശ്നങ്ങളും വളരെ ശക്തമായി അവതരിപ്പിച്ചു വെച്ചു. അതിലൊരു കാര്യം അദ്ദേഹം പ്രത്യേകം പറഞ്ഞു വെച്ചത്, പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ നന്നാക്കാമായിരുന്നു. ഞാൻ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ശ്രീ സജീവൻ താങ്കളുടെ മുമ്പിലേക്ക് ഇടാം. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ നന്നാക്കാമായിരുന്നു. ഇത് പറയുന്നത് കെ സുധാകരനാണ്. കെ സുധാകരനാണ് വി ഡി സതീശനോടൊപ്പം കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വമായി ഒന്നിച്ചു വന്നയാൾ. ആ കെ സുധാകരൻ തന്നെ ആ പദവി ഒഴിയുമ്പോൾ തനിക്കൊപ്പം നേതൃത്വത്തിൻ്റെ ഭാഗമായി നിന്ന് കോൺഗ്രസിനൊരു പ്രത്യാശ പകർന്ന നേതൃത്വത്തിലെ രണ്ടാമനായിട്ടുള്ള അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ പ്രവർത്തനത്തിലെ അസംതൃപ്തി വേണ്ട വിധം ശക്തമായി ആ പ്രതിപക്ഷം മാറിയിട്ടില്ല എന്ന് പറയുന്നത്, അത് ഒട്ടും നിസ്സാരമല്ലാത്തൊരു രാഷ്ട്രീയ നിരീക്ഷണമല്ലേ സുധാകരൻ നടത്തിയത്? തീർച്ചയായും. കാരണം സുധാകരന്റെ ഓരോ വാക്കും കുറുക്കിക്കൊള്ളുന്നതാണ്. ഇന്ന് പല മാധ്യമങ്ങളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഓരോന്നും വേണ്ടടുത്ത് കൊള്ളുന്ന രീതിയിലാണ്. പ്രതിപക്ഷ നേതാവിന്റെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, സതീശൻ തനിക്ക് എതിരായിട്ട് തന്നെ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം വളരെ മോശമാണ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൽ തനിക്കെതിരെയുള്ള ഒരു ഉപജാപക സംഘത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്നോട് രാഹുൽ ജിയോ ഖാർഗെ ജിയോ ഒന്നും എന്നെ മാറ്റുന്ന കാര്യം പറഞ്ഞിട്ടേ ഇല്ല, അവരെന്നോട് വളരെ സൗമ്യമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ചില ആളുകൾ തന്ത്രപരമായിട്ടുള്ള നീക്കം നടത്തി. അപ്പൊ അദ്ദേഹം ഹൈക്കമാൻഡിന്റെ ഭാഗമാണ് എന്ന് പറയപ്പെടുന്ന കെ സി വേണുഗോപാലിന്റെ പേര് പറഞ്ഞില്ല. കെ സി വേണുഗോപാൽ എന്നോട് മാറണമെന്ന് പറഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം കെ സി വേണുഗോപാലിനെയും ഈ സതീശനെയും മറ്റു പല ആളുകളെയും ഒക്കെ തനിക്കെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. അത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ സുധാകരന്റെ ഓരോ പ്രവർത്തനവും ഓരോ വാക്കും ഇന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ, അത് ഏറ്റവും കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, നേരത്തെ താങ്കൾ തന്നെ ചോദിച്ച പോലെ എന്നെ മാറ്റുന്നതിന് പിന്നിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യമാണ്. പിണറായി ഉണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടിയാണല്ലോ വളരെ കൃത്യമായിട്ട് അങ്ങനെയും വന്നേക്കുന്നത്. പിണറായിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമാണോ, പിണറായിക്ക് മൂന്നാമതും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ ചെയ്തു കൊടുത്തൊരു അവസരം, ചില ആളുകൾ, കോൺഗ്രസിലെ ചില ആളുകൾ ചെയ്തു കൊടുത്ത ഒരു കാര്യമാണോ തന്നെ മാറ്റൽ എന്ന് പോലും അദ്ദേഹം പറയുന്നത്. അതിന് കുറെ കൂടി സാധ്യത ഉണ്ടാക്കുന്നൊരു കാര്യം പറയുന്നത്, നിങ്ങളെ മാറ്റിയതിനോടുള്ള പ്രതികരണം ചോദിക്കുമ്പോൾ എന്നെ മാറ്റിയതല്ല, താങ്കളെ മാറ്റിയത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത്, എന്നെ മാറ്റിയ ഗുണമാണോ ദോഷമാണോ എന്ന് പറയേണ്ടത് കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളുമാണെന്നാണ്. കാരണം അത് വളരെ കൃത്യമാണ്. കാരണം തന്നെ മാറ്റിയത് ഗുണമാണോ ദോഷമാണോ എന്ന് കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും പറയും എന്ന് പറയുമ്പോൾ സുധാകരൻ അതിലൂടെ കൃത്യമായ ചില ലക്ഷ്യം മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്, ചില താല്പര്യങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സുധാകരന്റെ പ്രതിഷേധം അദ്ദേഹം കൃത്യമായ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കാനാണ് ഡൽഹിയിൽ പോകാതെ നേരെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരെത്തിയിട്ട് ഓരോ ചാനലിന്റെയും പ്രതിനിധികളെ മുന്നിൽ നിർത്തിയിട്ട് കാര്യങ്ങൾ അവരോട് വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ കഴിയും. ഒരു ചോദ്യത്തിനും സാധാരണ രീതിയിൽ ചിലപ്പോഴൊക്കെ സുധാകരൻ ക്ഷുഭിതനാവാറൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ഇന്ന് ഒരു ചോദ്യത്തിനും അദ്ദേഹം ക്ഷുഭിതനായില്ല. മാത്രമല്ല അദ്ദേഹം വളരെ സാവധാനത്തിൽ വളരെ സമയമെടുത്തുകൊണ്ട് ഓരോന്നിനും മറുപടി പറയുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ട്, അപ്പോൾ സുധാകരന്റെ ഇന്നത്തെ പ്രതികരണം അത് പല ആളുകളും ഞാൻ കഴിഞ്ഞ ചർച്ചയിലൊക്കെ പങ്കെടുക്കുമ്പോൾ പല ആളുകളും ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്, ചായക്കോപ്പയില് കൊടുങ്കാറ്റാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട്
പല ആളുകളുടെ അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളൊക്കെ മാറാറുണ്ട്. പക്ഷെ സുധാകരൻ വളരെ കൃത്യമായ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. അത് അത് വളരെ പല ആളുകൾക്കും ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം അത്ര നല്ലതല്ല എന്ന് പറയുമ്പോൾ കൃത്യമാണല്ലോ ലക്ഷ്യം. അത് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വ്യക്തി ആ പ്രതിപക്ഷത്തിനെ വേണ്ട രൂപത്തിൽ കൊണ്ടുപോകാൻ യോജിച്ചയാളല്ല എന്നൊരു സൂചന കൂടി കൊടുക്കുന്നുണ്ട്. അതിനോട് കൂട്ടി വായിക്കേണ്ട കാര്യം, ഇന്ന് സുധാകരനെതിരെ പറയാൻ മാധ്യമപ്രവർത്തകർ പല നേതാക്കന്മാരെയും സമീപിച്ചല്ലോ. അതിൽ മുരളീധരൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വികാരമാണ്, അദ്ദേഹത്തിന്റെ മനസ്സിലെ ഇച്ഛാബന്ധമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം നമ്മൾ നോക്കൂ. സാധാരണഗതിയിൽ ഈ സ്ഥാനം ഒഴിഞ്ഞിട്ട് പുതിയ ടീം വന്നു, അതുകൊണ്ട് കോൺഗ്രസിനെയും മറ്റും നന്നാക്കിയെടുക്കുകയും മുന്നണിക്ക് അടുത്ത തവണ അധികാരം കിട്ടുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈക്കമാൻഡ് ചെയ്തതെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണ് ഒരു അവസ്ഥ ഉണ്ടാവുന്നു. സുധാകരനെ വെറുതെ കറിവേപ്പില പോലെ പുറത്ത് കളയുകയല്ല, കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവി, അതായത് ഉന്നതാധികാര സമിതിയുടെ ഒരു സ്ഥിരം ക്ഷണിതാവായിട്ട് അംഗത്തെ സ്ഥിരം സജീവൻ അതിനെ ഏറ്റവും വലിയ തമാശയാക്കി മാറ്റിയത് കെ സുധാകരൻ തന്നെയാണ്. അവിടെ പോയിട്ട് എന്ത് ഗുണം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതെ, അത് വേറെ കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ ആക്കിയിട്ട് പോലും ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ സാധാരണ രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാർ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പോൾ പറയാൻ പാടില്ലായിരുന്നു, കോൺഗ്രസിനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ശ്രീ സജീവൻ, താങ്കൾ പറഞ്ഞതിൽ നിന്നാണ് പക്ഷേ രമേശ് ചെന്നിത്തലയെ വലിയ തോതിൽ സന്തോഷവാനാക്കുന്ന ഒരു പരാമർശമല്ലേ കെ സുധാകരനിൽ നിന്ന് ഇന്നുണ്ടായത്. അതായത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് അധികം മാർക്ക് കൊടുക്കാൻ കെ സുധാകരൻ സന്നദ്ധനല്ല, പ്രതിപക്ഷ പ്രവർത്തനം കൂടുതൽ നന്നാക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നത് ആര് എന്നൊരു ചോദ്യവും അതിനോടൊപ്പം ഉണ്ടല്ലോ. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം രമേശ് ചെന്നിത്തല നടത്തിയുള്ള പ്രതികരണം നോക്കൂ. അദ്ദേഹം പറയും, ഞാനിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണത്, അവർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വിവാദങ്ങളിലേക്ക് ഇടപെടാൻ തയ്യാറല്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് നേരെ മറിച്ച് ഇപ്പോൾ സുധാകരൻ നടത്തിയ പ്രതികരണങ്ങൾ ശരിയായില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല. സുധാകരന്റെ അഭിപ്രായങ്ങളോട് ഏതാണ്ട് യോജിക്കുന്നു എന്ന് തോന്നുന്ന രൂപത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം മോശമാണോ എന്ന് അദ്ദേഹം പറയുന്നില്ലെങ്കിൽ പോലും മൗനം പാലിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഒന്നും പറയാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ, അത് തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് പറയുന്നില്ല എന്ന് പറയുമ്പോൾ എന്തെല്ലാമോ പറയാൻ അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെയാണല്ലോ ബോധ്യപ്പെടുന്നത്.